രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുന്നു. അതിന് അവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പ് ഇടുവീൻ എന്ന് പറഞ്ഞു. അവർ അത് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിൻ്റെ അടുക്കൽ ചെന്നു അതിൽ ഉപ്പ് ഇട്ടു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിന്മേൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. തിരുവചനത്തിൽ നിന്ന് വായിച്ച ഭാഗം ഇങ്ങനെയാണ്. എലിശ പ്രവാചകന്റെ അടുത്തേക്ക് എരിഹോവിലെ ദേശക്കാർ, എരിഹോ പട്ടണക്കാർ, ആ ദേശം മുഴുവനും ഒരു പ്രാർത്ഥന അപേക്ഷയുമായി വന്ന് പറയുകയാണ്, ഈ ദേശം മനോഹരമാണ്, പക്ഷേ അതിൻ്റെ ഉറവ ചീത്തയും അതിൻ്റെ ഫലം ഗർഭനാശവുമാണ് എന്ന ഒരു വലിയ ആപത്തിനെ കുറിച്ച് പ്രവാചകനോട് ദുഃഖത്തോടെ പ്രാർത്ഥന റിക്വസ്റ്റ് അറിയിക്കുകയാണ്. അവിടെ പരിഹാരമായിട്ട് പ്രവാചകൻ പറയുന്ന സന്ദേശമാണ്, ഒരു തളിക കൊണ്ടുവരിക, അതിൽ ഉപ്പിട്ട് പിന്നെ അത് ഉറവയിലേക്ക് ഇട്ട് പ്രാർത്ഥിക്കുക. ഇന്ന് ഈ സമയം ഞാൻ നിങ്ങളുമായി പറയുന്നു, ആ തളിക എന്ന് പറയുന്ന ഒരു പാത്രമാണ്. ആ പാത്രത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആ പാത്രം ദൈവനാമത്തിൽ ദൈവകൃപയിൽ വ്യാഖ്യാനിക്കുമ്പോൾ ആമേൻ പുതിയ നിയമസഭയെക്കുറിച്ചാണ് ആ പാത്രം പ്രതിദാനം ചെയ്യുന്നത്. പുതിയ നിയമ സഭയെക്കുറിച്ചാണ് ആ പാത്രം പ്രതിദാനം ചെയ്യുന്നത്. ദൈവസഭയാണ് ഒരു ദേശത്തിൻ്റെ ഉണർവിന് ദൈവം ഉപയോഗിക്കുന്ന പാത്രം. ഒരു ദേശത്തിൻ്റെ ഉണർവിനായി ദൈവം തെരഞ്ഞെടുത്ത ഒരു ദൈവത്തിൻ്റെ ഉപകരണമാണ് ദൈവസഭ. ഏതാണ് ദൈവസഭ? അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നാം കണ്ടു. ആദ്യത്തെ ദൈവസഭ നമുക്കവിടെ കാണാൻ കഴിയും. ആ ആദിമ ദൈവസഭ പോലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതൃകയുള്ള ഒരു ദൈവസഭ ദേശത്ത് എവിടെയുണ്ടോ ആ സഭയാണ് ആ ദേശത്തെ സൗഖ്യമാക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ പാത്രം. ആദ്യം സഭ ശുദ്ധീകരിക്കപ്പെടുകയും ആദ്യം ദൈവസഭ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുകയും വേണം. എങ്കിൽ മാത്രമേ ദേശത്തുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു ദേശം തകരുന്നതിന് മുമ്പ് ആ ദേശത്തിലെ സഭ ആദ്യം തകരും. ഒരു സഭ തകർന്നാൽ ആ ദേശം തകരും. അപ്പോൾ തീർച്ചയായും ഒരു ദേശത്തെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പാത്രമാണ് ദൈവസഭ. ദൈവസഭ എന്ന് പറയുന്നത് സംഘടനയല്ല. ദൈവസഭ എന്ന് പറയുന്നത് കുറെ ആൾക്കാരുടെ കൂട്ടമല്ല. ദൈവസഭ എന്ന് പറയുന്നത് വലിയ ജനക്കൂട്ടമല്ല. ഇവിടെ നാം കാണുന്നത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. വലിയ ജനക്കൂട്ടത്തെ സഭ എന്ന് പറയുന്നു, വലിയ സംഘടനകളെ സഭ എന്ന് പറയുന്നു. ഇതൊന്നും സഭയല്ല. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട അതെ സഹോദരങ്ങളും സഹോദരിമാരും അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കളാണ് ദൈവത്തിന്റെ സഭ. യേശുവിന്റെ രക്തത്തിന്റെ വിലയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവത്തിന്റെ അതെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന്റെ സഭ. അതിനകത്ത് അതിർവരമ്പുകളില്ല, യാതൊരു വ്യത്യാസങ്ങളില്ല. There is no discrimination between the people and God. അവിടെ ഒരു ദൈവവും മനുഷ്യൻ തമ്മിൽ ഒരു അകൽച്ചയില്ല. മനുഷ്യനും തമ്മിൽ അകൽച്ചയില്ല. അവിടെ എല്ലാം ഏക മനസ്സുള്ളവരായി, ഏകാത്മാവ് നിറഞ്ഞവരായി, ഏകഭാവം പൂണ്ടവരായി, ഏക ഹൃദയമുള്ളവരായി ഈ ഭൂമിയിൽ നിൽക്കുന്നവരാണ് ദൈവത്തിന്റെ സഭ. ആ സഭയിലൂടെയാണ് ദൈവം തൻ്റെ ആ ഉണർവിനെ ദേശത്തേക്ക് അയക്കുന്നത്. ആ സഭയെ അത് ജീവിപ്പിക്കാനാണ്, ശുശ്രൂഷിക്കാനാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ലോകത്ത് നിൽക്കുന്നത്. ഈ ലോകത്തൂടെ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് ആണ് വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നത്, പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ദൈവപ്രവൃത്തിയുടെ ഉപകരണമായി എന്നും നിലനിൽക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ പാത്രമാണ് ദൈവത്തിന്റെ സഭ. അല്ല, സഭയ്ക്ക് വേണ്ടിയാണ് ദൈവം സകലതും അത് ഒരുക്കിയെടുത്തത്. അതെ, അതുകൊണ്ട് ഓരോ കുടുംബങ്ങളും മനസ്സിലാക്കുക, ഓരോ വ്യക്തികളും മനസ്സിലാക്കുക, നിങ്ങൾ ദൈവത്തിന്റെ ഉപകരണമായി മാറുന്നത് ദൈവ സഭയിലാണ്, സഭയിലൂടെയാണ്. സഭയെ മറന്ന് നിങ്ങൾ കാണിക്കുന്ന ഏത് പ്രവൃത്തിയും ദൈവത്തെ കോപിപ്പിക്കുകയും ദേശത്തെ നശിപ്പിക്കുകയും ചെയ്യും. ആയതിനാൽ ദൈവസഭയുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഉപകരണമായി ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് ദൈവത്തെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. അടുത്ത ഇതിന്റെ തുടർമാനമായ മറ്റൊരു പാർട്ടിൽ ദൈവസഭയുടെ മറ്റൊരു സന്ദേശമായി നിങ്ങളുടെ നാം കാണുന്നു. അതുവരെ ദൈവം നമ്മെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുന്നു. അതിന് അവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പ് ഇടുവീൻ എന്ന് പറഞ്ഞു. അവർ അത് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിൻ്റെ അടുക്കൽ ചെന്നു അതിൽ ഉപ്പ് ഇട്ടു.
ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിന്മേൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. തിരുവചനത്തിൽ നിന്ന് വായിച്ച ഭാഗം ഇങ്ങനെയാണ്. എലീശ പ്രവാചകന്റെ അടുത്തേക്ക് ഹെരിഹോവിലെ ദേശക്കാർ, എരിഹോ പട്ടണക്കാർ, ആ ദേശം മുഴുവനും ഒരു പ്രാർത്ഥന അപേക്ഷയുമായി വന്ന് പറയുകയാണ്, ഈ ദേശം മനോഹരമാണ്, പക്ഷേ അതിൻ്റെ ഉറവ ചീത്തയും അതിൻ്റെ ഫലം ഗർഭനാശവുമാണ് എന്ന ഒരു വലിയ ആപത്തിനെ കുറിച്ച് പ്രവാചകനോട് ദുഃഖത്തോടെ പ്രാർത്ഥന റിക്വസ്റ്റ് അറിയിക്കുകയാണ്. അവിടെ പരിഹാരമായിട്ട് പ്രവാചകൻ പറയുന്ന സന്ദേശമാണ്, ഒരു തളിക കൊണ്ടുവരിക, അതിൽ ഉപ്പിട്ട് പിന്നെ അത് ഉറവയിലേക്ക് ഇട്ട് പ്രാർത്ഥിക്കുക. ഇന്ന് ഈ സമയം ഞാൻ നിങ്ങളുമായി പറയുന്നു, ആ തളിക എന്ന് പറയുന്ന ഒരു പാത്രമാണ്. ആ പാത്രത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആ പാത്രം ദൈവനാമത്തിൽ ദൈവകൃപയിൽ വ്യാഖ്യാനിക്കുമ്പോൾ ആമേൻ പുതിയ നിയമസഭയെക്കുറിച്ചാണ് ആ പാത്രം പ്രതിദാനം ചെയ്യുന്നത്. പുതിയ നിയമ സഭയെക്കുറിച്ചാണ് ആ പാത്രം പ്രതിദാനം ചെയ്യുന്നത്. ദൈവസഭയാണ് ഒരു ദേശത്തിന്റെ ഉണർവിന് ദൈവം ഉപയോഗിക്കുന്ന പാത്രം. ഒരു ദേശത്തിന്റെ ഉണർവിനായി ദൈവം തെരഞ്ഞെടുത്ത ഒരു ദൈവത്തിന്റെ ഉപകരണമാണ് ദൈവസഭ. ഏതാണ് ദൈവസഭ? അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നാം കണ്ടു. ആദ്യത്തെ ദൈവസഭ നമുക്കവിടെ കാണാൻ കഴിയും. ആ ആദിമ ദൈവസഭ പോലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതൃകയുള്ള ഒരു ദൈവസഭ ദേശത്ത് എവിടെയുണ്ടോ ആ സഭയാണ് ആ ദേശത്തെ സൗഖ്യമാക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ പാത്രം. ആദ്യം സഭ ശുദ്ധീകരിക്കപ്പെടുകയും ആദ്യം ദൈവസഭ ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുകയും വേണം. എങ്കിൽ മാത്രമേ ദേശത്തുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു ദേശം തകരുന്നതിന് മുമ്പ് ആ ദേശത്തിലെ സഭ ആദ്യം തകരും. ഒരു സഭ തകർന്നാൽ ആ ദേശം തകരും. അപ്പോൾ തീർച്ചയായും ഒരു ദേശത്തെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ പാത്രമാണ് ദൈവസഭ. ദൈവസഭ എന്ന് പറയുന്നത് സംഘടനയല്ല. ദൈവസഭ എന്ന് പറയുന്നത് കുറെ ആൾക്കാരുടെ കൂട്ടമല്ല. ദൈവസഭ എന്ന് പറയുന്നത് വലിയ ജനക്കൂട്ടമല്ല. ഇവിടെ നാം കാണുന്നത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. വലിയ ജനക്കൂട്ടത്തെ സഭ എന്ന് പറയുന്നു, വലിയ സംഘടനകളെ സഭ എന്ന് പറയുന്നു. ഇതൊന്നും സഭയല്ല. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട അതെ സഹോദരങ്ങളും സഹോദരിമാരും അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കളാണ് ദൈവത്തിന്റെ സഭ. യേശുവിന്റെ രക്തത്തിന്റെ വിലയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവത്തിന്റെ അതെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന്റെ സഭ. അതിനകത്ത് അതിർവരമ്പുകളില്ല, യാതൊരു വ്യത്യാസങ്ങളില്ല. There is no discrimination between the people and God. അവിടെ ഒരു ദൈവവും മനുഷ്യൻ തമ്മിൽ ഒരു അകൽച്ചയില്ല. മനുഷ്യനും തമ്മിൽ അകൽച്ചയില്ല. അവിടെ എല്ലാം ഏക മനസ്സുള്ളവരായി, ഏകാത്മാവ് നിറഞ്ഞവരായി, ഏകഭാവം പൂണ്ടവരായി, ഏക ഹൃദയമുള്ളവരായി ഈ ഭൂമിയിൽ നിൽക്കുന്നവരാണ് ദൈവത്തിന്റെ സഭ. ആ സഭയിലൂടെയാണ് ദൈവം തൻ്റെ ആ ഉണർവിനെ ദേശത്തേക്ക് അയക്കുന്നത്. ആ സഭയെ അത് ജീവിപ്പിക്കാനാണ്, ശുശ്രൂഷിക്കാനാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ലോകത്ത് നിൽക്കുന്നത്. ഈ ലോകത്തൂടെ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് ആണ് വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നത്, പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ദൈവപ്രവൃത്തിയുടെ ഉപകരണമായി എന്നും നിലനിൽക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ പാത്രമാണ് ദൈവത്തിന്റെ സഭ. അല്ലെ, സഭയ്ക്ക് വേണ്ടിയാണ് ദൈവം സകലതും അത് ഒരുക്കിയെടുത്തത്. അതെ, അതുകൊണ്ട് ഓരോ കുടുംബങ്ങളും മനസ്സിലാക്കുക, ഓരോ വ്യക്തികളും മനസ്സിലാക്കുക, നിങ്ങൾ ദൈവത്തിന്റെ ഉപകരണമായി മാറുന്നത് ദൈവ സഭയിലാണ്, സഭയിലൂടെയാണ്. സഭയെ മറന്ന് നിങ്ങൾ കാണിക്കുന്ന ഏത് പ്രവൃത്തിയും ദൈവത്തെ കോപിപ്പിക്കുകയും ദേശത്തെ നശിപ്പിക്കുകയും ചെയ്യും. ആയതിനാൽ ദൈവസഭയുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഉപകരണമായി ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. അടുത്ത ഇതിന്റെ തുടർമാനമായ മറ്റൊരു പാർട്ടിൽ ദൈവസഭയുടെ മറ്റൊരു സന്ദേശമായി നിങ്ങളുടെ നാം കാണുന്നു. അതുവരെ ദൈവം നമ്മെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.